ടെസ്റ്റിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ് പ്ലസ് 1/x ദ ഹോൾ റേസ് ടു 6. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 6 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഫോർമുല പറഞ്ഞ് 6 വരും, എക്സ് റേസ് ടു 6 വരും, അടുത്ത് വരുമ്പോൾ 6 വരും, എക്സ് റേസ് ടു എന്ന് വരും 5 വരും, ഇൻറ്റു 1/x വരും. അടുത്ത് വരുമ്പോൾ 6 വരും, എക്സ് റേസ് ടു 4 വരും. ആദ്യത്തെ എയുടെ പവർ കുറഞ്ഞു വരും, ബിയുടെ പവർ കൂടി വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 1/x റേസ് ടു ഇവിടെ ഇത് വരുമ്പോൾ 2 വരും. ഇവിടെ ഇത് നോക്കി എഴുതാം നമുക്ക്. 6 വരും. അപ്പം ഇവിടെ എക്സിൻ്റെ പവർ 1 കുറഞ്ഞ് 3, 1/x ദ ഹോൾ റേസ് ടു ഈ പവർ ഇവിടെ ഈ 2 ഇവിടെ വന്നെ. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 3. ഈ 6 നോക്കി നമുക്ക് എഴുതാം. അടുത്ത 6 വരും. അപ്പം എക്സിൻ്റെ പവർ വീണ്ടും 1 കുറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പം 1/x ദ ഹോൾ റേസ് ടു ഈ 4 വരും. ദെൻ അടുത്ത് വരുമ്പോൾ 5 വരും. എക്സിൻ്റെ പവർ വീണ്ടും 1 കുറഞ്ഞ് 1 വരും. അപ്പം 1/x ദ ഹോൾ റേസ് ടു എന്ത് വരും 5 വരും, ഒരു പവർ കൂടി വരും. എയുടെ പവർ കുറഞ്ഞു വരും, ബിയുടെ പവർ എന്ത് വരും കൂടി വരും. അപ്പോൾ ശരിയല്ലേ നോക്കി, ഒരെണ്ണോടെ എഴുതിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 6. അപ്പോൾ എന്ത് എക്സിൻ്റെ പവർ ഇല്ല, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ 1/x ദ ഹോൾ റേസ് ടു 6. ചെക്ക് ചെയ്ത് നോക്കണം. എക്സ് റേസ് ടു 6, എക്സ് റേസ് ടു 5, 4, 3, 2, 1. 1/x ഹോൾ സ്ക്വയർ, 1/x ദ ഹോൾ റേസ് ടു 3, 4 പവർ 5 പവർ 6. കണ്ടല്ലേ? നമ്മൾ ഈ വാല്യൂ എല്ലാം ഒന്ന് എഴുതണം. 6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 6 എന്ന് പറഞ്ഞാൽ 6. 6 എന്ന് പറഞ്ഞാൽ 1. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാല്യൂ ആദ്യം എഴുതാം. 5 എന്ന് പറഞ്ഞാൽ 6. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ബാക്കി വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. അതൊക്കെയാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. 6 അറിയണം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 5/1 × 2 വരും. ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോൾ 3 വരും. അപ്പോൾ 3 × 5 എന്ന് പറഞ്ഞാൽ 15 വരും. അടുത്ത 6 എന്ന് പറഞ്ഞാൽ 6 × 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 × 3 വരും. ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 20 വരും. അടുത്ത 64 എന്ന് പറഞ്ഞാൽ 6, 5, 4, 3/1, 2, 3, 4 അറിയാലോ എല്ലാവർക്കും അല്ലേ? അപ്പം നമ്മൾ 64 എന്ന് പറഞ്ഞാൽ 6 എഴുതണം. പിന്നെ അതിനേക്കാൾ 1 കുറഞ്ഞ്, പിന്നെ അതിനേക്കാൾ 1 കുറഞ്ഞ്, അങ്ങനെ ടോട്ടൽ ന്യൂമറേറ്ററിൽ 4 നമ്പർ, ഡിനോമിനേറ്ററിൽ 1 മുതൽ 4 വരെയുള്ള നമ്പർ. 4 വെട്ടിപ്പോയി, 3 വെട്ടിപ്പോയി, 2ഉം ഈ 6ഉം കൂടെ വെട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 15 വരും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × എക്സ് റേസ് ടു 6 അങ്ങനെ തന്നെ വരും. അടുത്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. എക്സ് റേസ് ടു പവർ എന്ന് പറയുമ്പോൾ 5 വരും. ബിയുടെ വാല്യൂ 1/x അവിടെ വരും. അടുത്ത് നമുക്ക് കിട്ടിയത് 62 ആണ്. 62 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 × എക്സ് റേസ് ടു 4 വരും. 1/s² വരും. അടുത്ത് നമുക്ക് കിട്ടിയത് 20 ആണ്. 20 × എക്സ് റേസ് ടു 3 വരും. 1/x റേസ് ടു 3 വരും. അടുത്ത് നമുക്ക് വീണ്ടും 15 വരും. എക്സ് റേസ് ടു 2 വരും. 1/x റേസ് ടു 4 വരും. വീണ്ടും നമുക്ക് 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 15 കഴിഞ്ഞ അടുത്ത നമ്പർ 6 ആണ്. അപ്പോൾ 6 × എക്സ് റേസ് ടു 1 വരും. 1/x റേസ് ടു 5 വരും. അടുത്ത നമ്പർ 1 ആണ്. 1/x റേസ് ടു 6 വരും. അപ്പോൾ നമ്മുടെ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനെ ഒന്ന് വെട്ടി കുറച്ച് എഴുതുന്നതാണ് നമ്മുടെ വാല്യൂ. എക്സ് റേസ് ടു 6ന് ഒന്നും വെട്ടാനില്ലാത്തതിനൊക്കെ അവിടെ ചുമ്മാ എഴുതിയാൽ മതി. ഇവിടെ ഒരു 5ഉം ഒരു എക്സ് താഴെയുണ്ട്, മുകളിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം വെട്ടി കഴിയുമ്പോൾ എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ് 4 എണ്ണം വരും. ഇവിടെ ഒരു 4 എണ്ണം ഉണ്ട്, ഇവിടെ ഒരു 2 എണ്ണം ഉണ്ട്. അപ്പം ഇത് രണ്ടും വെട്ടി കഴിയുമ്പോൾ നമുക്ക് എന്നാ വരും? മുകളിൽ ഒരു 2 എണ്ണം വരും, 15s² വരും. ഇവിടെ ഇത് മൊത്തത്തിൽ അങ്ങ് വെട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് 20 വരും. പ്ലസ് ഇവിടെ s²ഉം ഇതിനകത്തുനിന്ന് ഒരു 2 എണ്ണം വെട്ടി കഴിയുമ്പോൾ 15 വരും. കാരണം മുകളിൽ 2 എണ്ണം ഉണ്ട്, താഴെ 4 ഉണ്ട്. അപ്പോൾ താഴെ 2 എണ്ണം ബാലൻസ് വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഇതങ്ങ് വെട്ടി കഴിയുമ്പോൾ എക്സും ഇവിടെ മുകളിൽ ഒരെണ്ണം ഉണ്ട്, താഴെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ വെട്ടുമ്പോൾ 6 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 വരും. ഇവിടെ ഒന്നും വെട്ടി കുറയ്ക്കാനൊന്നുമില്ല. കിട്ടുന്നത് അങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 20 ഈ കിടക്കുന്ന വാല്യൂ എക്സ് റേസ് ടു 6, 6x റേസ് ടു 4, 15s², 20, 15s² ബൈ s², 6/x റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 6 ആയി. ഇത് നെഗറ്റീവ് ആണ്, മിഡിൽ ടൈം നെഗറ്റീവ് ആണെങ്കിൽ ഇതിനകത്ത് തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് കൊടുത്താൽ മതി? പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കണേ എക്സ് പ്ലസ്
1/x ഹോൾ റൈസ് ടു 6 ആന്ന് വെച്ചോ. ഈ പോസിറ്റീവ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇത് കിട്ടൂലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇതിനകത്ത് x-1/6 ഹോൾ റൈസ് ടു 6 എഴുതാൻ നേരത്തെ എന്ത് ചെയ്താൽ മതി? ഇതേ ഇവിടെ വാല്യൂ വരുമ്പോൾ x⁻6 എഴുതും, ഇത് -x⁻4 എഴുതും, ഇത് +15s² എഴുതും, -20 വരും, +15/x² വരും, അടുത്ത് -6/x⁻4 വരും, അടുത്ത് +1/x⁻6 വരും. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇനി നമ്മളോട് ഇവിടെ ചോദിക്കാറുണ്ട് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. എക്സ് ഇല്ലാത്ത ടേം ചോദിക്കുമെന്ന് വെച്ചോ. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. എക്സ് ചോദിക്കുവാണെങ്കിൽ എക്സ് ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ആൻസർ ഈസ് -20 എഴുതാം. പിന്നെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് x⁻4 ചോദിക്കുക. അവിടെ കോഎഫിഷ്യന്റ് ഓഫ് x⁻4 ഒരു ക്വസ്റ്റിന് ചോദിക്കുമെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഏതാണ്? -6 വരും. ഈ ടേമിനകത്ത് x⁻4ന്റെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ -6 വരും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് s² ചോദിക്കുമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് s² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അടുത്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. അപ്പോൾ നമ്മളൊരു ടേം എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള ടേം ഏതാണെന്ന് നോക്കി എഴുതുക. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് s² എന്ന് പറഞ്ഞാൽ s² ഒഴിച്ച് ബാക്കിയല്ല. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ഇല്ലാത്ത ടേം. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x⁻2 ആണ്. ഇത് മുകളിലോട്ട് പോകുമ്പോൾ 15 വരും. കോഎഫിഷ്യന്റ് ഓഫ് x⁻4 ആണെങ്കിൽ -6 വരും. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x⁻6 ആണെങ്കിൽ 1 വരും. x⁻6 ആണെങ്കിൽ 1 വരും. അപ്പോൾ നമ്മളോട് ഏതാണ് ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതുകയും ചെയ്യാം. ക്ലിയർ ആയല്ലോ?